ഒരിലയ്ക്ക് തണലാകാൻ കഴിയുമോ? കഴിയും. കുറേ മനുഷ്യർക്ക് തണലായി മാറിയ ഒരു ഇലയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. മലപ്പുറം കുറ്റിപ്പുറത്തെ ഇല ഫൗണ്ടേഷനെ കുറിച്ച്. ഇലയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഗമം നടന്നു. പ്രായമായ കുറേ മനുഷ്യർ ഒത്തുചേർന്ന ഒരു സംഗമം. ആ വിശേഷങ്ങളിലേക്ക്. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി എത്തിയ നിരവധി വരുന്ന പ്രായമായ മനുഷ്യർ, പലരും വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്നവർ, പ്രായത്തിൻ്റെ അവശതകളും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നവർ. പക്ഷെ ഇന്നിവിടെ അവരെല്ലാം മറന്നാണ് ഇരിക്കുന്നത്. പരസ്പരം നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞങ്ങനെ കുറേ സമയം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും പാട്ടാസ്വദിച്ചും അവർ സ്നേഹങ്ങൾ പങ്കുവെച്ചു. അവർക്കിത് ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ ചേർത്തുവയ്ക്കാൻ കഴിയുന്ന അപൂർവ നിമിഷങ്ങളായിരുന്നു. പരിപാടി പോലത്തെ ഞങ്ങളെ പോലത്തെ ആൾക്കാർ, പ്രായമുള്ള ആൾക്കാർക്ക് വളരെ സമാധാനമാണ്. ഇതിപ്പോൾ മാസത്തിൽ ഒരുക്കണം ആക്കണം ഞാൻ നജീബിനോട് പറയാൻ പോവുക. അത് ഓരോ മാസവും ഒരു ദിവസം വെച്ചിട്ട് ഇങ്ങനത്തെ പരിപാടി നടത്താനുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് വളരെ സമാധാനം, കുറച്ചുകൂടി ഒരു ആയുസ് കിട്ടുന്ന ഒരു ഇതായിട്ട് തോന്നുന്നു നമുക്ക്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം കിട്ടുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഞങ്ങൾ ഇവിടെ ആശ്രമത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ല, ഒരു സൈഡിൽ മൊത്തം തന്നു പോയതാണ്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. റയീസ് ഹിദായ, ഷമീർ ബിൻസി, ഹിക്മത്തുള്ള, PMA ഗഫൂർ ഉൾപ്പെടെയുള്ള ചില അതിഥികളും അപ്രതീക്ഷിതമായി പരിപാടിക്കെത്തിയതോടെ സ്നേഹസംഗമത്തിന് ഇരട്ടി മധുരമായി. എന്റെ മുന്നിലിരിക്കുന്ന ഈ വാർദ്ധക്യത്തിലെത്തിയ വല്യപ്പന്മാരും മൂർച്ചയുള്ള മനുഷ്യർ, നിങ്ങൾ മൂർച്ചയുള്ള. സൂര്യന് ഏറ്റവും ഭംഗിയുണ്ടാകുന്നത് അസ്തമയ നേരത്താകുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വസന്തകാലമായി ഈ കാലം മാറട്ടെ. അങ്ങനെ എല്ലാവരും ചേർന്ന് പാടിയും പറഞ്ഞും കുറേ നേരം അങ്ങനെയിരുന്നു. ഈ പരിപാടിയെക്കുറിച്ച് ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണ്. ഒരുപാട് നാളുകളായത് ഇല ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ സായാഹ്ന കൂട്ടായ്മ നടത്തിയിട്ടുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ വർത്താനം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഞങ്ങളെ ഒരു മെമ്പറാണ്, ഇവരൊക്കെ ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിരുന്നാണ്. ഇപ്പം ഈ സുഖമില്ലാതായതിൻ്റെ ശേഷം പോലില്ല. ഒരു മോനും ഞാനാണ് വീട്ടിലുള്ളത്. പഠിച്ച നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ, എല്ലാവരും നിവർത്തിക്കട്ടെ എന്ന്. മനോഹരമായ ഒരു പിടി ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പിന്നീട് അവർ മടങ്ങിയത്. ഇനിയും ഇതുപോലെ വീണ്ടും കൂടാമെന്ന ഉറപ്പുമായി. ശാരീരികമായും മാനസികമായും പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു തണലാണ് ഈ ഇല. നിങ്ങൾ തനിച്ചാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ലെന്ന് തോന്നുകയാണെങ്കിൽ ഇലയിലേക്ക് എപ്പോഴും വരാം. കാരണം ഈ കെട്ടിടത്തിന് വാതിലുകളില്ല. ഇന്നിപ്പോൾ ഇവിടെ പ്രായമായ നിരവധി പേരാണ് ഒത്തുചേർന്നത്, സ്നേഹം പങ്കിട്ടത്. ഇല ഒരു ഇല മാത്രമല്ല, ഒരു തണൽ മരം കൂടിയാണ്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.